തിരുനെല്ലി നരിക്കലിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കാൻ നോട്ടീസ്. അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് CPM ഭരിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിന്റെ നടപടി. 3 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കണമെന്നാണ് ആവശ്യം. തിരുനെല്ലി പഞ്ചായത്ത് പറയുന്നത് ഇപ്പൊ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അനധികൃതമായാണ് നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി തേടിയിട്ടില്ല. ഒപ്പം തന്നെ ഇപ്പോൾ പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് അത് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതാണ്. എന്നാൽ നമുക്കറിയാം, പലയിടങ്ങളിലും ഈ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ഒക്കെ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ആളുകൾക്ക് ഒരു ആശ്രയമായിട്ടുള്ളത്. ഈ പ്രദേശത്തും തൊട്ടടുത്ത് മറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഒന്നുമല്ല. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും സാധാരണക്കാരും ഒക്കെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ബസ് കാത്തു നിൽക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിരോധമാണെന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് CPM സംഘർഷമൊക്കെ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പഞ്ചായത്തിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. മറ്റ് പലയിടങ്ങളിലും അത്തരം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊന്നും നടപടിയില്ല. ഇത് പക്ഷേ പരാതി ഉള്ളതുകൊണ്ട് പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയപരമായ പ്രതികാരം തീർക്കുന്നതാണെന്ന് ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനു കൂടി അവർ തയ്യാറെടുക്കുകയാണ്.